ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുഞ്ഞുട്ടിയുടെ സ്കൂളിൽ വായനാ ദിനത്തിനോടും ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാ പേരൻറ്റ്സും പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് പോയതാണ്. സ്കൂളിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. ഇതാണ് കുഞ്ഞുട്ടിയുടെ സ്കൂളിനടുത്ത് നല്ലൊരു മരമുണ്ട്. മൊത്തം തണൽ വിരിച്ച് നിൽക്കുന്നുണ്ട്. കുറച്ച് കുഞ്ഞു കുഞ്ഞു കൃഷികളും. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. ഇതാണ് കുഞ്ഞുട്ടിയുടെ ഫ്രണ്ട്സും കൂട്ടുകാരും ഒക്കെ. അവൾക്ക് എല്ലാവരുടെയും പേരൊന്നും അറിഞ്ഞുകൂടാ, എങ്കിലും കുഞ്ഞൊരു സ്കൂളാണെങ്കിലും നല്ല അന്തരീക്ഷം അടുത്ത കേട്ടോ. സ്കൂളിൻ്റെ അകമൊക്കെ കയറ്റി കാണിക്കാം. ഇതൊക്കെ ക്ലാസ് റൂമുകളാണ്. ഇത് നഴ്സറിയും LP സ്കൂളും മാത്രമേ ഉള്ളൂ. ഇവിടെ വെച്ചാണ് പ്രോഗ്രാമുകളൊക്കെ നടന്നത്. എല്ലാം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വെളിയിൽ ഇറങ്ങിയിരിക്കുക. ആ സമയത്ത് ഞാൻ എടുത്തതാണ്. എല്ലാവരും പോകാൻ വേണ്ടി നിന്ന സമയത്താണ് ഒരാളെ നിൽക്കുമ്പോൾ അടുത്ത ആൾ വേറെ വഴിക്ക് പോകും. അങ്ങനെ പലയിടത്തുനിന്നും പിള്ളേർ വാരി പെറുക്കി ഒത്തിരി കഷ്ടപ്പെട്ട ടീച്ചേഴ്സ് ഇങ്ങനെ നേരെ നിർത്തിയിരിക്കുന്നത് തന്നെ. എല്ലാം വികൃതി കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുട്ടിയാണെങ്കിൽ നേരെ നിൽക്കാറേ ഇല്ല ഫോട്ടോ എടുക്കാൻ. അവിടെ നിൽക്കുന്നിടത്ത് നിന്ന് ഡാൻസ് കളിക്കുന്നത് അവളുടെ സ്വഭാവം. കുഞ്ഞു കുഞ്ഞു കലാപരിപാടികളും പാട്ടും പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. നല്ല പ്രോഗ്രാമൊക്കെ ആയിരുന്നു. കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ചാട്ടവും മേടും എല്ലാത്തിനും ഒരുവിധം പെറുക്കി നേരെ നിർത്തി ഫോട്ടോ എടുത്തു. നല്ല അന്തരീക്ഷം അടുത്ത സ്കൂളിന്. വലിയ ബഹളമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. സ്നാക്സ് ഉണ്ടായിരുന്നു, കേക്കും ജ്യൂസും എല്ലാം കഴിച്ച് ഓരോരുത്തർ ഓരോ വഴിക്ക് പോവുക. ഇത് സ്കൂളിൻ്റെ മെയിൻ റോഡിലോട്ട് പോകുന്ന വഴിയാണ്. ഇതുവഴിയാണ് ഞങ്ങൾ പോകുന്നത്. എളുപ്പം റോഡിലോട്ട് ചെല്ലാം. ഇവിടെ സ്കൂളിൻ്റെ സമയത്തെല്ലാം വൃത്തിയാക്കിയിട്ട് മഴ കഴിഞ്ഞപ്പോഴത്തേനും പുല്ലെല്ലാം കിളിച്ച് കുറേ ഗ്രൗണ്ടാണ്. ഇതുവഴിയാണ് പോകുന്നത്. ആ മരം കാണാൻ നല്ല ഭംഗിയാണ്. എന്ത് തണലാണെന്നറിയാം, നല്ല കാറ്റും. ഇതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ മെയിൻ റോഡിലേക്ക് ചെല്ലാം. അവിടെ കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ ഉണ്ട് കുട്ടികളുടെയും ടീച്ചർമാരുടെയും. ഈ സ്റ്റെപ്പ് ഇറങ്ങി വേണം. ഇത് നടവഴിയാണ്. ഇതുവഴി പോകുമ്പോഴത്തേനും മെയിൻ റോഡിലേക്ക് ചെല്ലാം. കുഞ്ഞുട്ടിക്ക് എന്നൊക്കെ വിശേഷമൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞാണ് വരുന്നത്. ഇവൾ ഓട്ടോയിലാണ് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഞാൻ ചെന്നതുകൊണ്ട് എൻ്റെ കൂടെ പോകുന്നു. ഓട്ടോയിൽ പോയിക്കോളാൻ പറഞ്ഞിട്ട് കേട്ടില്ല. അമ്മയുടെ കൂടെ വരുവാണെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്നിരിക്കുക. ഞങ്ങൾ രണ്ടുപേരും ഇന്നത്തെ വിശേഷമൊക്കെ പറഞ്ഞ് ഇതുവഴി നടന്നു പോവുകയാണ്. ഈ വഴി എന്താ എടുത്തതെന്ന് വെച്ചാൽ ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പണ്ടത്തെ നാട്ടുവഴിയൊക്കെ പോലെ. ഇപ്പോൾ എല്ലാം ടാറിട്ട റോഡുകളായില്ലേ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള വഴിയാണ്. കുഞ്ഞുട്ടിയുടെ പപ്പയൊക്കെ ഈ സ്കൂളിലാണ് പഠിച്ചത്. പുള്ളിക്കാരി കഥയും പാട്ടുമൊക്കെ പാടി തന്നെ നടന്നു പോവുകയാണ്. എന്നെ കൂടെ പിടിച്ചോണ്ട് പോകാൻ പറഞ്ഞിട്ട് കേൾക്കണമില്ല. മുഴുവൻ സ്റ്റെപ്പാണ്. ഇറങ്ങി പോകണം. ചാടിത്തുള്ളി പോവുക. അവിടെ എന്തോ ഒന്നിനെയോ അരണയെ കണ്ടിട്ട് അതിൻ്റെ പുറകെ പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിലെത്തി. ഇതാണ് ആ വഴി കേട്ടോ.
മെയിൻ റോഡ്. ഇവിടെ നേരെ നോക്കുമ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. ആ സ്റ്റെപ്പൊക്കെ കയറി വേണം പോകാൻ. അപ്പുറത്തൂടെ മെയിൻ ഗേറ്റ് വഴി പോകുന്ന വേറെ വഴിയുണ്ട്. ഇതിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞങ്ങൾ ഈ വഴി വന്നതാണ്.